ജനം ഡിബേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പ്രജ്ഞാപ്രവാഹിന്റെ അഖില ഭാരതീയ സംയോജകം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുതിർന്ന പ്രചാരകമായ ജെ നന്ദകുമാർ കൂടി ചേരുകയാണ്. ജെ നന്ദകുമാർ, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഒപ്പം അയോധ്യയിലെ രാമക്ഷേത്രം, അവിടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മഹാക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ്. ഞാൻ ഈ അയോധ്യയിൽ തന്നെയാണ് ഉള്ളത്. അങ്ങ് എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തെ നോക്കിക്കാണുന്നത്? ഒരു ദേശീയ സ്മാരകം എന്ന നിലയിലാണോ അയോധ്യയെ അങ്ങ് വിശേഷിപ്പിക്കുന്നത്? നമസ്കാരം ഗൗതം. അങ്ങേയറ്റം ഭാഗ്യം ചെയ്ത ആളാണ് താങ്കളും താങ്കളുടെ ഈ ടീമും എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ ശുഭമുഹൂർത്തത്തിൽ ജീവിക്കാൻ കഴിയുന്നു എന്നത് ഒരു പരമപുണ്യമാണ്. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു മുക്തി യജ്ഞമാണ്, ഒരു മുക്തി പോരാട്ടമാണ് കഴിഞ്ഞ 496 വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അരസഹസ്രാബ്ദമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടം. അതിന് ലോകചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു സമാനതയുണ്ടോ, സമാന്തരമുണ്ടോ എന്ന് സംശയമാണ്. അത്തരമൊരു മുഹൂർത്തത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ഭാരതത്തിൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ, ആത്മാഭിമാനത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ദിനമാണ് ഈ വരുന്ന ജനുവരി 22. ആ നിലയിൽ വേണം ഈ ഒരു മുഹൂർത്തത്തെ നമ്മൾ കാണുന്നത്. അങ്ങനെ കാണുമ്പോഴാണ് ഇത് ദേശീയതയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മുഹൂർത്തമാണ് എന്ന് പറയാൻ കഴിയുക. ഇത് മുഴുവൻ രാഷ്ട്രത്തിൻ്റെയും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനമായി കണക്കാക്കണം. രാമൻ ഭാരതത്തിൻ്റെ മുഴുവനാണ്, എല്ലാവരുടെയുമാണ്, എല്ലാറ്റിൻ്റെയുമാണ്. അങ്ങനെയുള്ള രാമൻ്റെ ജന്മസ്ഥാനത്ത് നിലനിന്നിരുന്ന ക്ഷേത്രം തകർത്തിട്ടാണ് അവിടെ കടന്നു വന്ന അക്രമി. അതൊരു മതാരാധനാലയം എന്ന നിലയിലല്ല ഈ കടന്നു വന്ന അക്രമി പണിതുയർത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. എല്ലാ കാലത്തും അക്രമകാരികൾ അവരുടെ ആക്രമണത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു സ്മാരകം പണി കഴിപ്പിക്കുക, അടിമകളാക്കപ്പെടുന്നവരുടെ, തോറ്റവരുടെ മുഖത്ത് അടിയേൽപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മുഖത്ത് കാറി തുപ്പുന്നത് പോലെയുള്ള അവരുടെ വിജയ പതാക പാറി കളിപ്പിക്കും. അത്തരമൊരു അപമാനത്തിൻ്റെ സ്തംഭമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലനിന്നിരുന്ന തർക്ക കെട്ടിടം. അത് 992 ഡിസംബർ 6 നീക്കം ചെയ്യപ്പെട്ടു. ആ സ്ഥാനത്ത് ഇന്ന് ക്ഷേത്രം എല്ലാ അർത്ഥത്തിലുമുള്ള തെളിവുകളുടെ പിൻബലത്തോടുകൂടി, ഒന്ന് ഭാരതത്തിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പിൻബലം, രണ്ടാമത് അവിടെ നടത്തിയ നിയമപരമായ കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ നടന്നതായ ഉത്ഖനനങ്ങൾ, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ്, അതിലൂടെ കിട്ടിയ തെളിവുകൾ, മൂന്നാമത് ഭാരതത്തിൻ്റെ ചിരപുരാതനമായ സാഹിത്യങ്ങൾ പരിശോധിച്ചാൽ ഈ തെളിവുകളെന്ന് പറയുന്നത് കേവലം കോടതിയിൽ മാത്രമല്ല, ജനഹൃദയങ്ങളിലുള്ളതുമാണ്, നമ്മുടെ സാഹിത്യ രൂപങ്ങളിലും ചരിത്രങ്ങളിലും ഉള്ളതുമാണ്. അത് കന്യാകുമാരി മുതൽ കാശ്മീരം വരെ ഭാരതത്തിലെമ്പാടുമുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ, നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളിൽ രാമൻ്റെ ജന്മസ്ഥാനമാണ് അയോധ്യ എന്ന വസ്തുത കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഏത് തരത്തിൽ പരിശോധിച്ചാലും രാമൻ നമ്മുടെ എല്ലാമാണ്. രാമൻ്റെ ജന്മസ്ഥാനമായി നമ്മുടെ ഉറച്ച വിശ്വാസം അയോധ്യയിലാണ്. അതാണ് നിയമപരമായും ഭൂഖനന ശാസ്ത്ര തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടത്. അതാണ് ഇന്ന് നേടിയെടുത്ത അവിടെ ഒരു ക്ഷേത്രം പണിയുവാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല, ഇത് ദേശീയതയുടെ മുഴുവൻ മോചനത്തിൻ്റെ ഒരു ഉത്സവമാണ്. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അത്തരമൊരു മഹോത്സവത്തിൻ്റെ സുദിനമാണ് എന്ന് ഞാൻ പറയുന്നു. അഡ്വക്കേറ്റ് BR അനൂപ്, ഇതൊരു ദേശീയ ഉത്സവം എന്ന നിലയിലാണ് പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്. മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി ഈ ദേശീയ മഹോത്സവം എന്ന നിലയിൽ അല്ലെങ്കിൽ അയോധ്യയിൽ നടക്കുന്ന ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട
ഹൈന്ദവ സാമുദായിക സംഘടനയായിട്ടുള്ള NSS, SNDP, ധീവരസഭ, ബ്രാഹ്മണ സഭ, ഇത്തരം സാമുദായിക സംഘടനകളെല്ലാം രാമക്ഷേത്രത്തിൽ നിർമ്മാണത്തെ അനുകൂലിച്ച് രംഗത്തെത്തുന്നുവെന്ന് മാത്രമല്ല, ഈ 22-ന് നടക്കുന്ന ചടങ്ങ് ബഹിഷ്കരിക്കുന്നത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്ന നിലപാടാണ് NSS-ഉം SNDP-യും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനെ എങ്ങനെയാണ് കോൺഗ്രസിന് കണ്ടില്ലെന്ന് നടിക്കാനാകുക? ശ്രീ അനൂപ്. അതിനു മുമ്പ് ബഹുമാന്യനായ ഗുരുമൂർത്തി പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് മറുപടി പറയേണ്ടതുണ്ട്. അദ്ദേഹം അയോധ്യയിൽ നിന്ന് വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ശബരിമലയ്ക്ക് തീവച്ചത് ക്രിസ്ത്യാനികളാണ്, കോൺഗ്രസ് ക്രിസ്ത്യൻ പ്രീണനം നടത്തുമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ആ വിഷയത്തിലൊക്കെ എത്ര നേരം വേണമെങ്കിലും ഞാൻ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹവുമായി ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ക്രിസ്ത്യൻ ഞാനും തയ്യാറാണ്. ഇതിലേക്ക് വരാം. സാർ, ഞാനതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ, ഞാൻ തോന്നോട്ടെ. ഇന്ന് അദ്ദേഹം ക്രിസ്ത്യൻ പ്രീണനത്തെ കുറിച്ചൊക്കെ വളരെ വാചാലമായി സംസാരിക്കുമ്പോൾ, കോൺഗ്രസ് ക്രിസ്ത്യൻ പ്രീണനം നടത്തുകയാണ് എന്നൊക്കെ പറയുമ്പോൾ, ഇന്ന് ക്രിസ്ത്യാനികളെ കൂടി ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് ഒരു മുസ്ലിം വിരുദ്ധമായ രാഷ്ട്രീയം കേരളത്തിനകത്ത് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാരമാണ്. ഇന്ന് തന്നെ തൃശ്ശൂരിൽ നടന്നത് എന്താ? തൃശ്ശൂരിൽ ലൂർദ് പള്ളിയിൽ കന്യകാമാതാവിന് സുരേഷ് ഗോപി കിരീടധാരണം നടത്തുമ്പോൾ മാതാവിന്റെ മനസ്സറിഞ്ഞുകൊണ്ടാണോ എന്തോ. ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമല്ല, ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമല്ല. ദയവേദിട്ട് BJP-യുടെ കാര്യം എന്റെ തലയിൽ കെട്ടി വെക്കരുത്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ഇന്ന് ലൂർദ് മാതാവിന്റെ നിങ്ങൾ 1950 റിപ്പോർട്ടിനെ പറ്റി പറയൂ. നിങ്ങൾ 1950 ആ റിപ്പോർട്ട്, അന്നത്തെ DGP-യുടെ റിപ്പോർട്ട്, ഇന്നത്തെ സുരേഷ് ഗോപിയുടെ കാര്യമല്ല ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് അന്ന് നിങ്ങൾ രാമക്ഷേത്രത്തിൽ പറഞ്ഞു പഴയ വിഗ്രഹമല്ല ഉപയോഗിക്കുന്ന പറഞ്ഞ മറുപടിയാണ്. അയ്യപ്പ സ്വാമിയുടെ ശബരിമലയിൽ പോലും പഴയ വിഗ്രഹമല്ല. അതിന് കാരണക്കാരായിരുന്നത് അക്കാലത്തെ അതിതീവ്ര ക്രിസ്ത്യാനികൾ തന്നെയാണെന്ന് DGP അന്നത്തെ കേശവ മേനോൻ പറഞ്ഞാണ്, ഞാനല്ല പറഞ്ഞത്. ആ റിപ്പോർട്ട് കോൺഗ്രസ് നാളിന്ന് വരെ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഹിന്ദുക്കൾക്ക് കോട്ടം തട്ടിയതിനെ പറ്റിയിട്ടും ക്ഷേത്രം കത്തിക്കപ്പെട്ടതിനെ പറ്റിയിട്ടും ഇതുവരെ ഒരു അക്ഷരം നിങ്ങൾ ഏതെങ്കിലും ഒരു ഉളുപ്പുള്ള നേതാവ് പറഞ്ഞിട്ടുണ്ടോ ചോദിക്കുന്നത്? ഞാനൊരു ഹിന്ദു മാത്രമാണ്. ദയവ് തന്നെ രാഷ്ട്രീയ പാർട്ടികളെ ചക്കിൽ കെട്ടാൻ നിൽക്കരുത്. അല്ല, ഇത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ അതിലേക്ക് വരാം. താങ്കൾ പറഞ്ഞതിലേക്ക് പ്രതികരിക്കാം. ഞാൻ എന്റെ ചർച്ചയ്ക്കിടയിൽ ക്രോണോളജിക്കൽ എങ്ങനെ ആദ്യം പറയണം, എന്ത് പറയണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ. ഞാൻ അതിലേക്ക് വരാം. ഞാൻ അതിൽ ഒളിച്ചോടുന്നില്ല. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ക്രിസ്ത്യൻ പ്രീണനം നടത്തുന്നു എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ കേരളത്തിൽ സുരേഷ് ഗോപിയെ പോലെ ഒരാൾ അവിടെ കന്യകാമാതാവിന് കിരീടം അണിയിക്കുന്നു. ആ കിരീടം കന്യകാമാതാവ് തിരസ്കരിക്കുന്നു നമ്മൾ കണ്ടു. അതേ BJP-യുടെ ലീഡേഴ്സ് ഹിന്ദുക്കൾക്ക് വേണ്ടി രാമജന്മഭൂമി പിടിച്ചെടുത്തു, നമുക്ക് തന്നു. നിങ്ങൾ എന്ത് തന്നു? നാളെ ഞാൻ ഒന്നുകിൽ ഈ സംവാദം ഭംഗിയായി നടക്കും. ഇതിനുത്തരം പറയൂ. ശരി, BJP കേരളത്തിൽ ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കുന്നു. ശരി, അംഗീകരിച്ചു. അതേ BJP തന്നെ ഹിന്ദുക്കൾക്ക് ഏറ്റവും അഭിമാനമുള്ള കാര്യത്തിന് വേണ്ടി കാലങ്ങളോളം പോരാടി. നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ കാലുവാരികളല്ലാതെ ഹിന്ദുക്കളെ അപമാനിക്കല എന്താ ചെയ്യുന്നത്? അതാ ചോദ്യം എന്റെ. നിങ്ങൾ കേവലം ന്യൂനപക്ഷ പ്രീണനം മാത്രം നടത്തുന്നു. നിങ്ങൾ ഒരു മതേതര പാർട്ടി എന്ന് പറയുകയും ചെയ്യുന്നു. അത് നിങ്ങൾ കുഴപ്പമില്ലെന്നാണ് ചോദിച്ചത്. താങ്കൾ പറഞ്ഞു കഴിഞ്ഞോ? ഇനി ദയവ് ചെയ്ത് താങ്കൾ ഉത്തരം പറയൂ. അനൂപേ വളച്ചൊടിക്കരുത്. BJP ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ചെയ്തു. ഇത് തന്നെയാണ് നമ്മുടെ ഹിന്ദുക്കണക്കിന് പേരുടെ ജീവൻ ത്യജിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു കാര്യം BJP ചെയ്തു. കോൺഗ്രസ് അവസാന നിമിഷം ആ പരിപാടിയിൽ പങ്കെടുക്കാതെ കാലുവാരി അല്ലാതെ എന്താണ് കോൺഗ്രസ് ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്തതിന്റെ ചോദ്യം? ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങൾ വളച്ചൊടിക്കരുത്. നിങ്ങൾ പറയുന്നത് BJP കോൺഗ്രസ് പിന്നെ ക്രിസ്ത്യാനിയെ പീഡിപ്പിച്ചു. എന്റെ പ്രശ്നം അതല്ല. അതേ BJP തന്നെ രാമന് വേണ്ടി 500 കൊല്ലം ഹിന്ദുക്കൾ കാട്ടുകടന്നതിന് നീതി ലഭിക്കാൻ കാരണം BJP ആണ്. അതുകൊണ്ട് ഞാൻ BJP അക്കാര്യം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു. ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും കിട്ടുന്നതിന് എനിക്കൊരു വിഷമമില്ല. ക്രിസ്ത്യാനികൾക്ക് ആനുകൂല്യം കിട്ടുന്നതിനോ മുസ്ലിങ്ങൾക്ക് കിട്ടുന്നതിന് എനിക്ക് വിഷമമില്ല. പക്ഷെ കോൺഗ്രസ് കാലാകാലങ്ങളായിട്ട് ഹിന്ദുക്കളെ ചതിക്കുകയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം, ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ അവസാനം രാമൻ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ പോലും നിങ്ങൾക്ക് അതിൽ അഭിമാനമില്ല. നിങ്ങൾ അപ്പോഴും പറയുന്നത് ആരോ കടന്നു കയറിയിട്ട് അവിടെ വിഗ്രഹം വെച്ചാണെന്നാണ്. നിങ്ങളുടെ ഹിന്ദു വിരുദ്ധതയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അത് മനസ്സിലാക്കി സംസാരിക്കൂ. വളച്ചൊടിക്കരുത് വിഷയം. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. താങ്കൾ സംസാരിക്കുമ്പോൾ വസ്തുതാവിരുദ്ധമെന്ന് എനിക്ക് ബോധ്യമുള്ള ഓരോ കാര്യത്തിലും ഞാൻ അപ്പോൾ ഇടപെടുന്നില്ല. എന്റെ ഊഴത്തിൽ ഞാൻ ഇടപെടും. താങ്കൾ പറഞ്ഞ ഓരോന്നിനോടും ഞാൻ എന്റെ സമയത്ത് പ്രതികരിക്കും. വളച്ചൊടിക്കരുത്. ഞാനൊരു BJP-കാരനാണെന്ന് എന്നെ ഉത്തരവാദിത്വം എന്റെ തല വെക്കരുത്.
അല്ല അല്ലെങ്കിൽ താങ്കൾ സംസാരിക്കുക, അല്ലെങ്കിൽ അവതാരകൻ ഇടപെടും. അല്ല, അവതാരകനോട് പറയാണ്, അവതാരകനോടും ഈ കേൾക്കുന്ന എല്ലാവരോടും പറയാണ്, ഞാൻ ഒരു അഭിമാനമുള്ള ഹിന്ദുവാണ്. അതിന്റെ അർത്ഥം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ പോയിന്റ് ഇതാണ്, ഈ ശബരിമലയിലുള്ളതും പുതിയ വിഗ്രഹമാണല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ആ വിഗ്രഹത്തിന് യാതൊരു പ്രസക്തി ഇല്ലെന്നാണോ? നിങ്ങൾ പറഞ്ഞല്ലോ രാമന്റെ വിഗ്രഹം കടന്നു കയറി വെച്ചു, ഇപ്പൊ വേറെ വിഗ്രഹം വരുന്നു. ഇതൊക്കെ ഹിന്ദുക്കളുടെ കാര്യമല്ല. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അവിടെ രാമക്ഷേത്രം ഉയർന്നതാണോ നിങ്ങളുടെ പ്രശ്നം എന്നാണ് ചോദ്യം. ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും BJP കൊടുത്തതിന് ഞാൻ എതിരല്ല. കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പൊ ദയവ് ചെയ്ത് താങ്കൾ എനിക്കൊരു 3-4 മിനിറ്റ് തുടർച്ചയായി സംസാരിക്കാം. വസ്തു ഞാൻ പറയാത്ത കാര്യം തല കെട്ടി വെക്കാൻ പാടില്ല. പറയൂ, താങ്കൾ പറയൂ. അല്ലെങ്കിൽ താങ്കൾ സംസാരിക്കും. പറയൂ. ഞാനൊരു കൃത്യമായ ഒരു പോയിന്റ് താങ്കൾ ഉന്നയിച്ച ഓരോ വിഷയത്തെയും സ്പർശിച്ച് മറുപടി പറയാൻ തയ്യാറാണ്. അതിലെ ആദ്യം സംസാരിക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ലൂർദ് മാതാവിന് സുരേഷ് ഗോപി കിരീടം അണിയിക്കുമ്പോൾ മാതാവ് തിരസ്കരിക്കുന്നു. നാളെ ശ്രീരാമചന്ദ്രൻ മോദിയുടെ കിരീടവും തട്ടിത്തെറിപ്പിക്കുന്ന കാലം വിദൂരമല്ല. നിങ്ങൾ പറയുന്നത് ഒരു പറയട്ടെ സുഹൃത്തെ, ഞാൻ പറയട്ടെ പറയാൻ അനുവദിക്കൂ. നിങ്ങളൊരു സംവാദ സന്നദ്ധമെങ്കിൽ നിങ്ങൾ പറയാൻ അനുവദിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കൂ. ഞാൻ ചിരിച്ചെന്ന് പറഞ്ഞു, കേട്ടപ്പോ തമാശ. മോദി കിരീടമൊന്നുമില്ല. നിങ്ങൾ ചിരിച്ചോ? നിങ്ങൾക്ക് ചിരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനത് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ ഞാനൊരു ഒരു സംവാദമാണെങ്കിൽ ഇത് ഏകപക്ഷീയമായ മൻ കി ബാത്ത് ഭാഷണമല്ലല്ലോ. എനിക്ക് സംസാരിക്കണ്ടേ? എനിക്ക് ഞാൻ ചിരിച്ചെന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ തമാശ കേട്ട് ചിരിച്ചതാണ്. ഇവിടുത്തെ ഇവിടെ അവതാരകനടക്കം പറഞ്ഞത് ഇത് ശ്രീരാമനെ കേന്ദ്രീകരിച്ച് ഒരു പുതിയ ദേശീയത, ശ്രീരാമൻ രാജ്യത്തിന്റെ നായകനായി വരുമ്പോൾ നിങ്ങൾ അതിന് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്, കോൺഗ്രസ് ദേശവിരുദ്ധരാണ് എന്നുള്ള ഒരു നരേറ്റീവാണ് ഇവിടെ സംഘപരിവാർ കൊണ്ടുവരുന്നതെങ്കിൽ സോറി, ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ശ്രീരാമനല്ല എതിര്. ശ്രീരാമനെ മുൻനിർത്തി മോദിയെ നായകനാക്കി ഒരു പുതിയ ദേശീയതയാണ് ഇവിടെ സംഘപരിവാരം കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് കോൺഗ്രസിനെ വിമർശിക്കാം, കോൺഗ്രസിന് ഹിന്ദു വിരുദ്ധരാണെന്ന് പറയാം. ഈ രാജ്യത്തെ നിങ്ങളോട് അത് പറയുന്നത് ഞാൻ ഈ പറയുന്ന ശങ്കരാചാര്യ മഠങ്ങളോടൊക്കെ എല്ലാ അർത്ഥത്തിലും യോജിക്കുന്ന ഒരാളായത് കൊണ്ടുവന്നില്ല. പക്ഷേ ഈ ഹിന്ദുത്വം ഈ പറയുന്ന ബുദ്ധമതത്തിന് ശേഷം വീണ്ടും പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ട ശങ്കരാചാര്യർ ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിന് കാരണഭൂതനായ ആളാണ് ശങ്കരാചാര്യരാണെന്നുള്ള കാര്യത്തിൽ ഈ സംഘപരിവാരത്തിനൊന്നും ഒരു സംശയവും ഉണ്ടാകാൻ വഴിയില്ലല്ലോ. രാജ്യത്തെ പ്രധാനപ്പെട്ട ശങ്കരാചാര്യ മഠങ്ങൾ ഈ പ്രതിഷ്ഠാ കർമ്മത്തോട് വിയോജിക്കുന്നത് എന്താ? ഈ പ്രതിഷ്ഠ മോദി നടത്തരുതെന്ന് പറയുന്നത് എന്താ? തന്ത്രശാസ്ത്ര പ്രകാരം പ്രതിഷ്ഠ നടത്തേണ്ടത് ആരാ? തന്ത്രിക്ക് പകരം മന്ത്രി പ്രതിഷ്ഠ നടത്തുന്നു. ഇതിന്റെ ഉദ്ദേശം എന്താ? നിങ്ങൾക്ക് ജനാധിപത്യത്തോട്, ജനാധിപത്യം ഉയർത്തുന്ന ഉന്നതമായ നൈതിക മൂല്യങ്ങളോട് നിങ്ങൾക്ക് വിയോജിപ്പുള്ള ആളുകളാണ്. ഞാൻ ഈ പറയുന്ന കേസിന്റെ നാൾ വഴികൾ പറഞ്ഞ് ഇതിനോട് വിയോജിച്ചാൽ നിങ്ങൾ അതിനോട് സംസാരിക്കില്ല, അതിനോട് നിങ്ങൾ യോജിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഈ പറയുന്ന ഹിന്ദു മതശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ ഇതിനോട് പ്രതികരിക്കേണ്ട സാഹചര്യമുണ്ട്. ഈ രാജ്യത്തെ കോൺഗ്രസ് ഹിന്ദു വിരുദ്ധരായിരിക്കാം, ശങ്കരാചാര്യ മഠങ്ങൾ ഹിന്ദു വിരുദ്ധമാണോ എന്നുള്ള ചോദ്യത്തിന് ന്യായമായും ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ രാജ്യത്ത് നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഇത് ശങ്കരാചാര്യർ ചോദിച്ചത് എന്താ? ഞങ്ങൾ എന്തിനാണ് അവിടേക്ക് വരുന്നത്? എന്താണ് പ്രധാനമന്ത്രിക്ക് പ്രതിഷ്ഠാകർമ്മം നടത്താനുള്ള യോഗ്യത? അദ്ദേഹം തന്ത്രശാസ്ത്ര നിപുണനാണോ? പ്രധാനമന്ത്രിയാണോ ഇവിടെ പ്രതിഷ്ഠ നടത്തേണ്ടത്? ഗുരുവായൂർ അമ്പലത്തിൽ എത്രയോ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടന്നിരിക്കുന്നു. കെ കരുണാകരൻ ഗുരുവായൂരപ്പന്റെ പരമഭക്തനല്ലേ? അദ്ദേഹം ഇവിടെ പ്രതിഷ്ഠ നിർവഹിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ഈ പറയുന്ന BJPയുടെ രാഷ്ട്രീയ പ്രചരണം അടുത്ത ഇലക്ഷൻ ജയിക്കണം എന്ന ഒരൊറ്റ അജണ്ടയെ മുൻനിർത്തി ശ്രീരാമനെ ഒരു ഉപകരണമാക്കി ഇവിടെ സംഘപരിവാരം ഉയർത്തി കാണിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് അതേ ശ്രീരാമൻ നിങ്ങളെ ശിക്ഷിക്കുമെന്നാണ്. ഇവിടെ ഒരു അത് പൊളിച്ച ആളുകൾ ആഘോഷിച്ചുകൊണ്ട് ഒരു ആഘോഷമാക്കി അതിനെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രീരാമൻ എന്ന് പറയുന്ന ദൈവസങ്കല്പത്തിനോടല്ല നിങ്ങളുടെ വിധേയത്വം എന്ന് പറയുന്നു, മറിച്ച് ശ്രീരാമനേക്കാൾ വലിയ രാമതുല്യനായി മോദിയെ ഉയർത്തുകയാണ്. നമ്മൾ രാമായണത്തിൽ വായിച്ചിട്ടുണ്ട്, അയോധ്യയിലേക്ക് ശ്രീരാമൻ തിരിച്ചു വരുമ്പോൾ അയോധ്യ നിവാസികൾ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ
ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, താങ്കൾക്ക് മറുപടി ഉണ്ടെന്നറിയാം, താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജെ നന്ദകുമാർ, അദ്ദേഹത്തിന് മറ്റൊരു പൊതുപരിപാടിയിൽ പോകേണ്ടതിനാൽ അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ അധികം സമയം ഇരിക്കാൻ സാധിക്കത്തില്ല. ശ്രീ ജെ നന്ദകുമാർ, അങ്ങയോട് ഒരു ചോദ്യം കൂടി ഉള്ളത്, ഈ രണ്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ തിരുവനന്തപുരത്ത് അനന്തപുരിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ പത്മനാഭ ക്ഷേത്രം, അതോടൊപ്പം തന്നെ ഇങ്ങ് അയോധ്യയിൽ ഉയർന്ന രാമക്ഷേത്രം, ഈ രണ്ട് ക്ഷേത്രങ്ങളുമായി ഉള്ള അഭേദ്യമായ ബന്ധം, പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതവുമായി ഇപ്പോൾ അയോധ്യയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന രാമക്ഷേത്രത്തിനുള്ള ബന്ധം, അപ്പോൾ സ്വാഭാവികമായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു ദേശീയ പൈതൃകം എന്ന നിലയിൽ കൂടി രാമക്ഷേത്രം ഉയരുന്നു. പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതവും ഈ ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം കൂടി അങ്ങേക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും ഈ രാമൻ എന്നത് ഭാരതത്തിനെ ഒരുമിപ്പിച്ച മഹാത്മാവാണ്. ഡോക്ടർ രാം മനോഹർ ലോഹിയയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, രാമ കണക്റ്റഡ് നോർത്ത് വിത്ത് സൗത്ത്, കൃഷ്ണ കണക്ട്സ് വെസ്റ്റ് വിത്ത് ഈസ്റ്റ്, ആൻഡ് ലോർഡ് ശിവ ഈസ് പ്രസൻറ്റ് everywhere in Bharat, each and every sand has got Shiva in it. രാമൻ വടക്കിനെ തെക്കിനോട് യോജിപ്പിച്ചു, ശ്രീകൃഷ്ണൻ പടിഞ്ഞാറിനെ കിഴക്കിനോട് യോജിപ്പിച്ചു. സാക്ഷാൽ ശിവനാകട്ടെ ഭാരതത്തിൻ്റെ ഓരോ തരി മണ്ണിലും കാണപ്പെടുന്നു. പ്രഖ്യാപിത സോഷ്യലിസ്റ്റ് നേതാവായ, ശരിയായ അർത്ഥത്തിലുള്ള ഒരു നിരീശ്വരവാദിയായ രാം മനോഹർ ലോഹിയയുടെ പ്രഖ്യാപനമാണ്. ഇതാണൊരു പരമസത്യം. രാമൻ എല്ലായിടത്തും ഉണ്ട്. രാമൻ്റെ സ്വാധീനം ഇങ്ങ് തെക്കുഭാഗത്തുമുണ്ട്. ഇപ്പോൾ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ യോഗനിദ്രയിലുള്ള വിഷ്ണുവിൻ്റെ സങ്കല്പം തന്നെ രാമാവതാരത്തിനു മുമ്പുള്ള യോഗനിദ്രയായിട്ടാണ് അവിടെ സങ്കല്പിക്കപ്പെടുന്നത്. അവിടുത്തെ ചരിത്രമോ അവിടുത്തെ വിധാനങ്ങളോ പരിശോധിച്ചാൽ, ക്ഷേത്രവിധാനങ്ങളോ പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. രാമാവതാരത്തിന് തൊട്ടു മുമ്പ് യോഗനിദ്രയിലേക്ക് പ്രവേശിച്ചുവെന്നും യോഗനിദ്രയിലുള്ള വിഷ്ണു ഭഗവാനെ സാക്ഷാൽ ബ്രഹ്മാവ് പുരുഷസൂക്തം ചൊല്ലി ഉണർത്തി രാമാവതാരത്തിന് സന്നദ്ധനാക്കിയെന്നും ആ രാമാവതാര സമയത്ത് എല്ലാ ദേവീ ദേവതകളും പ്രത്യക്ഷമായിരുന്നു എന്നുമാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്. നിങ്ങൾക്കിപ്പോഴും അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയാലോ, അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ, ആ യോഗനിദ്രയിലുള്ള വിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠയുടെ ചിത്രം നോക്കിയാലോ അസംഖ്യം ദേവീ ദേവതകൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്നതായി കാണാം. ഇത് വാൽമീകി രാമായണത്തിൽ വർണ്ണിക്കുന്ന രംഗമാണ്. ഇതുപോലെ തന്നെ ഒരു ബന്ധം ഇന്നും അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വിഷ്ണു ഭഗവാനെ, അനന്തശായിയായ യോഗനിദ്രയിലുള്ള വിഷ്ണു ഭഗവാനെ എന്നും പുലർച്ചയ്ക്ക് ഉണർത്തുന്നത് പുരുഷസൂക്തം ചൊല്ലി തന്നെയാണ്. എന്നും എപ്പോഴും രാമായണം ചൊല്ലുന്ന ഒരു ക്ഷേത്രമാണ് അവിടെ. രാമൻ്റെ പൂർണ്ണാവതാരത്തിലുള്ള സങ്കല്പമാണ് അവിടെ ഉള്ളത് എന്നതിന് മറ്റൊരു തെളിവ് അവിടുത്തെ ആരാധനയുമായി ബന്ധമുള്ളവർക്ക് പറയാൻ കഴിയും. പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളുന്ന വിഷ്ണു ഭഗവാൻ കോദണ്ഡധാരിയായ രാമൻ്റെ രൂപത്തിലാണ് എഴുന്നള്ളുന്നത്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും രാമചൈതന്യമാണ് അവിടെ കുടികൊള്ളുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ശ്രീരാമചന്ദ്ര മഹാപ്രഭു വടക്ക് നിന്ന് തെക്കോട്ടേക്കെത്തി ഇവിടെ രാമേശ്വരത്ത് രാമൻ്റെ ഈശ്വരനായി ശിവനെ കണ്ട് ഭജിച്ച സ്ഥലമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. ഇങ്ങനെ ഹിന്ദുക്കളുടെ വിശ്വാസ പ്രമാണങ്ങളിൽ രാമൻ ഒരു സജീവ യാഥാർത്ഥ്യമാണ്. അതിനെ ഇല്ലാതെയാക്കാൻ കപട മതേതരവാദികൾ എത്ര ശ്രമിച്ചാലും സാധ്യമല്ല. ഇപ്പോൾ അവിടെ അന്നത്തെ ദിവസം ജനുവരി 22 എന്ത് ചടങ്ങാണ് നടക്കുന്നത് എന്ന് ഒക്കെ കൃത്യമായി നിശ്ചയിച്ചുറപ്പിച്ചതുപോലെയാണ് എൻ്റെ സുഹൃത്ത് ഇപ്പോൾ ഇവിടെ സംസാരിച്ചത്. അവിടെ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയും അവിടെ നടക്കുന്ന തന്ത്രശാസ്ത്ര സംബന്ധമായ ചടങ്ങുകൾക്കും നേതൃത്വം കൊടുക്കുന്നത് ആരാധ്യരായ അത്തരം ശാസ്ത്ര മാർഗങ്ങളിൽ അറിവുള്ളവർ തന്നെയാണ്. പിന്നെ മറ്റൊന്ന്, ഈ ഭാരതത്തിൻ്റെ ഭാഗ്യം, ലോകത്തിൻ്റെ ഭാഗ്യം, ഇത്തരം ശാസ്ത്ര കാര്യങ്ങളിൽ അവഗാഹമുള്ള ആൾ തന്നെയാണ് ആരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ 11 ദിവസങ്ങളായി ഈ കാര്യത്തിന് വേണ്ടി വ്രതമനുഷ്ഠിക്കുന്ന ആളുമാണ് അദ്ദേഹം. അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്, അവിടെ നടക്കുന്ന ചടങ്ങുകളിൽ ആരൊക്കെയാണോ പൂജാരിമാർ വേണ്ടത് അതെല്ലാം അവർ തന്നെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ചുമതലപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ഈ ഭാരതത്തിൻ്റെ ഇവിടെ
കരസേവ നടത്തിയ ആളുകൾ, ഈ ക്ഷേത്രത്തിൻ്റെ മോചനത്തിനു വേണ്ടി പോരടിച്ച് വീരമൃത്യു വരിച്ച അസംഖ്യം കരസേവകന്മാരുടെ പ്രതിനിധിയായിട്ട് കൂടിയാണ് അദ്ദേഹം അവിടെ പങ്കെടുക്കുന്നത്. സോമനാഥ ക്ഷേത്രം എന്നൊന്ന് സുഹൃത്ത് കേട്ടിട്ടുണ്ടോ? ആ സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? ഒരു തന്ത്രിയുമായിരുന്നില്ല, അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ആ രാജേന്ദ്ര പ്രസാദ് എന്ന മഹാനായ വ്യക്തിയുടെ സാന്നിധ്യത്തെ, അവിടെ പോകുന്നതിനെ എതിർക്കുകയാണ് ആദ്യ പ്രധാനമന്ത്രി ചെയ്തത്. ഏതു വിധത്തിലെങ്കിലും തടയാൻ ശ്രമിക്കുകയായിരുന്നു. ആ പക മരണത്തിൽ പോലും വീട്ടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. കെ എം മുൻഷിയെപ്പോലുള്ള ക്യാബിനറ്റും മന്ത്രിയുടെ രാഷ്ട്രീയ ഭാവി പോലും സോമനാഥ ക്ഷേത്രത്തിന് വേണ്ടി നിലപാടെടുത്തതിൻ്റെ പേരിൽ തടയാൻ ശ്രമിച്ചു. ഇതൊക്കെയാണ് ആ പാർട്ടിയുടെ നിലപാട്. ഞാനും നേരത്തെ ഗുരുമൂർത്തി പറഞ്ഞതുപോലെ ഞാനും രാഷ്ട്രീയക്കാരനൊന്നുമല്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ പഠിച്ചിട്ട് പറയണം. പഠിച്ചിട്ട് പറയുന്നതാണ് നല്ലത്. രാഹുൽ ഗാന്ധിയുടെ അച്ഛനായ രാജീവ് ഗാന്ധി എന്ത് ഒത്തുതീർപ്പിനാണ് ശ്രമിച്ചതെന്ന് വല്ലതും അറിയാമോ? അവിടെ ഉണ്ടായിരുന്ന തർക്ക കെട്ടിടത്തെ റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒത്തുതീർപ്പിൽ ഒപ്പിടാൻ വേണ്ടി മുസ്ലിം സമൂഹത്തെ ക്ഷണിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. മുസ്ലിം ബാബറി മസ്ജിദ് ആക്ഷൻ കൗൺസിലിൻ്റെ ആൾക്കാർ പരമപുച്ഛത്തോടുകൂടി രാജീവ് ഗാന്ധിയുടെ ക്ഷണം നിരസിച്ചു. വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും ക്ഷേത്ര നിർമ്മാണ സമിതിയുടെയും സന്യാസി ശ്രേഷ്ഠന്മാരും ആ റീലൊക്കേറ്റ് ചെയ്യുന്നതിന് അനുകൂലിക്കുകയായിരുന്നു. പക്ഷേ ഈ പ്രസ്ഥാനം, ആ രാഷ്ട്രീയ പ്രസ്ഥാനവും അതിൻ്റെ നേതൃത്വവും ഒരു നിലപാടില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്ന ആ പാർട്ടി ഇന്ന് ഭാരതത്തിൽ അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണവും ദിനം തോറും ആ പാർട്ടിയിൽ നിന്ന് ഇലപൊഴിയും മട്ടിൽ പാർട്ടി നേതാക്കന്മാർ ഒഴിഞ്ഞു പോകുന്നതിൻ്റെയൊക്കെ കാരണം ഈ നിലപാടില്ലായ്മയാണ്. എന്നാൽ ഇപ്പോൾ മോദിജിയെക്കുറിച്ച് പറഞ്ഞുവല്ലോ, മോദിജി വിശ്വസിക്കുന്ന ആ പ്രസ്ഥാനവും അത് ആശയം ഉൾക്കൊള്ളുന്ന, ആവേശം ഉൾക്കൊള്ളുന്ന ആ മഹാപ്രസ്ഥാനവുമൊക്കെ സോമനാഥ ക്ഷേത്ര നിർമ്മാണ കാലം മുതലേ തന്നെ ഒരേ നിലപാടേ എടുത്തിട്ടുള്ളൂ. അതിന്നും തുടരുകയാണ്. ആ കാര്യത്തെക്കുറിച്ച് കൂടി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ദക്ഷിണ ഭാരതത്തിൻ്റെ ബന്ധത്തെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ 12ാം നൂറ്റാണ്ടിൽ എഴുതിയ തിരുനിഴൽ മാല എന്ന് പറയുന്ന പ്രസിദ്ധമായ കൃതിയുണ്ട്. ആറന്മുളക്കാരനായ ഒരു പിന്നാക്ക ജാതിക്കാരനായ ഗോവിന്ദ കവി എഴുതിയ തിരുനിഴൽ മാല. അതിൽ വർണ്ണിക്കുന്നുണ്ട് കേരളത്തിൽ എങ്ങനെയാണ് അയോധ്യയിൽ നിന്ന് ഇക്ഷ്വാകു വംശത്തിൽപ്പെട്ട രാജാക്കന്മാരെത്തിയതിനെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഇവിടുത്തെ പൂർവികന്മാരെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഭാരതമാസകലമുള്ള രാജ്യങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അതിലൊക്കെയും രാമചൈതന്യത്തെക്കുറിച്ചും ഒരുപോലെ പറയുന്നുണ്ട്. ഈ വസ്തുതയൊക്കെ ഉൾക്കൊള്ളണം. നാലമ്പല ദർശനം നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. പ്രധാനപ്പെട്ട 5 നാലമ്പലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 5 യൂണിറ്റുകൾ, 5 സെറ്റ് നാലമ്പലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു പ്രധാനപ്പെട്ട രാമക്ഷേത്രത്തിലേക്കാണ് വരുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി ഇവിടേക്കും വരുന്നുണ്ട്. ഇനി അനന്തപത്മനാഭൻ്റെ മുന്നിലേക്കും വരും. അങ്ങ് വയനാടിൽ പുൽപ്പള്ളിയിലുള്ള വാൽമീകി ആശ്രമത്തിലും പോകും വരുന്ന നാളുകളിൽ. ഇതൊക്കെയാണ് സുഹൃത്തെ ഭാരതത്തെ ഒറ്റക്കെട്ടായി നിർത്തുന്നത്, ഏകമാക്കി നിലനിർത്തുന്നത്. ഈ വസ്തുത മനസ്സിലാക്കിയ കോൺഗ്രസ്സുകാരിൽ പ്രധാനിയായിരുന്നു ഗാന്ധിജി. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ സ്വപ്നത്തിലെ ഭാരതത്തിൻ്റെ രൂപം രാമരാജ്യമായി സങ്കല്പിച്ചത്. ഇത് മനസ്സിലാക്കാനുള്ള ഒരല്പം രാഷ്ട്രഭക്തി, രാഷ്ട്രത്തോടുള്ള കൂറ്, ഈ സംസ്കാരത്തോടുള്ള ബന്ധം ഉണ്ടാകാത്തതാണ് ആ പാർട്ടി, ആ പ്രസ്ഥാനം അനുഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം. ഇത് മാത്രമാണ് എനിക്ക് സന്ദർഭത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരമായി പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ ജയനന്ദകുമാർ. ഈ നിമിഷത്തിൽ ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ചെറിയ ഒരു ഇടവേള, വളരെ വേഗം തിരികെ എത്താം. ഇക്കഴിഞ്ഞ ദീപാവലി ദിവസം ഭാരതത്തിൽ ആദിശങ്കര ഭഗവത്പാദാചാര്യർ ആദ്യം സ്ഥാപിച്ച മഠമായ ശൃംഗേരി മഠം, അതായത് ഈ 4 മഠങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യം പ്രതിഷ്ഠിക്കപ്പെട്ടതുമായ മഠമാണ് ശൃംഗേരി മഠം. ആ ശൃംഗേരി മഠത്തിന്റെ ആചാര്യൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വിധുശേഖര ഭാരതി സ്വാമിയാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്,
കഴിഞ്ഞ ദീപാവലി 12/11/2023 പറഞ്ഞു ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആസ്തികരായ എല്ലാ ഹിന്ദുക്കളും ശ്രീരാം ജയരാമ ജയ ജയ രാമ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ധ്യാനനിരതരായി ആ പ്രതിഷ്ഠാ ചടങ്ങിന് വേണ്ടി തയ്യാറെടുക്കണമെന്ന് പറഞ്ഞ മഠമാണ് ശൃംഗേരി മഠം. ശൃംഗേരി മഠമാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഒരു സംശയക്കാര്യത്തിലില്ല, ഭാരതത്തിലെ ശങ്കര മഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലിയ സ്ഥാനം നൽകപ്പെടുന്നതും ശൃംഗേരി മഠത്തിനാണ്. ആ ശൃംഗേരി മഠം സംശയത്തിനിടയില്ലാത്ത വണ്ണം തന്നെ ഭക്തജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി തയ്യാറാവുക, എല്ലാവരും ആവുന്നത്ര ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന താരക മന്ത്രത്തെ ജപിക്കൂ എന്ന് നേരിട്ട് അദ്ദേഹം വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പ്രതിഷ്ഠയ്ക്ക് ശങ്കരാചാര്യന്മാരെല്ലാവരും എതിരാണെന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷെ അപ്പൊ ചോദ്യം വരും, എന്തുകൊണ്ട് ശൃംഗേരി മഠത്തിൽ നിന്ന് അവർ പോകുന്നില്ല? നോക്കൂ, ശങ്കരാചാര്യന്മാര് ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് കുംഭാഭിഷേകത്തിന് ചിലയിടത്തൊക്കെ അവരുടെ പ്രാമുഖ്യമുള്ള അവരുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയാവുന്ന ഇടങ്ങളിൽ പോകുന്നല്ലാതെ അകാലങ്ങളിൽ അവരെവിടെയും പോയിട്ട് ഇത്തരം ചടങ്ങുകളിൽ സംബന്ധിക്കുക പതിവില്ല, ആശംസ നൽകുക എന്നുള്ളതല്ലാതെ. ഇപ്പൊ ഞാൻ പറയുന്നത്, ഈ മറ്റു മഠങ്ങളിലെ അവർ എതിർപ്പ് എന്താണ്? ഇപ്പൊ മീഡിയയിൽ വരുന്ന വാർത്തകൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ പലതും. മറ്റു മഠങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതേ ശൃംഗേരി മഠം പോകുന്നില്ല, ശൃംഗേരി മഠം എതിർപ്പാണെന്നൊക്കെ പല പത്രങ്ങളിലും അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിലും വന്നിരുന്നു. അത് ശരിയല്ല, എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇവരാരും പോകുന്നില്ല എന്നതുകൊണ്ട് ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പ്രതിഷ്ഠയ്ക്ക് ഭക്തന്മാർ അനുകൂലമല്ല എന്ന് അർത്ഥമില്ല. കാരണം ശ്രീരാമചന്ദ്രൻ വേടന്റെയും രാമനാണ്, ശൂദ്രന്റെയും അല്ലെങ്കിൽ ബ്രാഹ്മണന്റെയും അവന് ജാതി ഭേദമില്ലാത്ത രാജാ സർവസ്യ ലോകസ്യ എന്നാണ് വാൽമീകി രാമായണം പറയുന്നത്. എല്ലാവരുടെയും രാജാവാണ് രാമൻ. അപ്പൊ അതിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും മാനസികമായിട്ടുള്ള പിന്തുണയും അതുപോലെ തന്നെ ഭക്തിയും ഈ വിഷയത്തിൽ ഉണ്ടെന്ന കാര്യം മറന്നു പോകരുത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഈ ഐക്കണോക്ലാസം എന്നത് ചില മതങ്ങളുടെ സവിശേഷതയാണ്. ആ മതങ്ങൾ അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ, ഇപ്പം നേരത്തെ മാന്യ സുഹൃത്ത് ഹാഗിയ സോഫിയുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ കാലാകാലങ്ങളായി ഇതരരുടെ ആരാധനാ സമ്പ്രദായങ്ങളോട് പുച്ഛവും വെറുപ്പും ഉള്ളവര് എല്ലാ തരത്തിലും ഇപ്പൊ ഈ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഫ്രാൻസിൽ അപകടം ഉണ്ടാവുന്നത്, ഇംഗ്ലണ്ടിൽ അപകടം ഉണ്ടാവുന്നത്, ഇന്ത്യയിൽ അപകടം ഉണ്ടാകുന്നത്. ഇതൊക്കെ ഈ ബോംബ് പൊട്ടിക്കുന്നതും ചാവുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മതരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി അക്രമത്തിന്റെ വഴി തിരഞ്ഞെടുത്തവരെ ശ്രീനാരായണ ഗുരുവുമായി തുലനം ചെയ്യുമ്പോൾ വലിയ വിഷമമുണ്ട്. കാരണം ഖുർആനിൽ തന്നെ അൽ-തൗബ എന്ന് പറയുന്ന അവസാനം ഇറക്കപ്പെട്ട സൂറ 9-ാമത്തെ അധ്യായമായിട്ടാണ് ഖുർആനിൽ കാണപ്പെടുന്നത്. ആ അൽ-തൗബയില് തന്നെ പറയുന്നത്, ഈ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ വിഗ്രഹാരാധകരെ, ബഹുദൈവ ആരാധകരെ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക എന്ന് തന്നെയാണ്. ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ ഏതെങ്കിലും മൂർത്തികളെ ആരാധിച്ചിരുന്ന ആളുകളെ പിന്തിരിപ്പിച്ചത് അവരെ കൊന്നിട്ടല്ല, അല്ലെങ്കിൽ കൊല്ലാൻ ആഹ്വാനം ചെയ്തിട്ടല്ല. അപ്പൊ ശാന്തിയുടെ ഒരു വഴി ലോകത്തിന് സന്ധി കഴിഞ്ഞാൽ കഴിച്ചാൽ അവിടെ നിൽക്കട്ടെ. ഖുറാൻ വായിച്ചാൽ മതി. നിങ്ങൾ വെറുതെ അബ്ദുള്ളയുടെ ഭാഷയൊന്നും വേണ്ട, ഖുറാൻ നേരിട്ട് വായിച്ചാൽ മതി. അപ്പോ ഞാൻ പറഞ്ഞത്, ദൈവം പറഞ്ഞതിന് അബ്ദുള്ള ഭാഷ്യം പറയാണ്. അപ്പൊ ദൈവത്തിന് അബ്ദുള്ളയുടെ വിവരമില്ലെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് സമയം കഴിയാം. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അതായത് ദൈവം പറഞ്ഞു ഇറക്കി, അവസാനം ഇറക്കി തെറ്റിദ്ധരുത്തി ഇറക്കിയ ഒരു ഗ്രന്ഥത്തെ അബ്ദുള്ള ഭാഷ്യം പറയാണ്. അപ്പൊ ദൈവത്തിനേക്കാളും വിവരവും സിവിലൈസേഷൻ സെൻസും അബ്ദുള്ളക്കാണെന്ന് അർത്ഥം. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ശ്രീനാരായണ ഗുരുവിന്റെയോ ശങ്കരാചാര്യരുടെയോ അല്ലെങ്കിൽ ബുദ്ധന്റെയോ അല്ലെങ്കിൽ ഇവിടെ ചട്ടമ്പി സ്വാമികളുടെ ഒന്നും വഴി മുഹമ്മദിനെ പോലെ വാളെടുത്ത് കഴുത്ത് വെട്ടാൻ ആഹ്വാനം ചെയ്ത വഴി ആയിരുന്നില്ല എന്ന് നിസ്തർക്കമാണ്. എന്തുകൊണ്ട് മറ്റു മതങ്ങളോടൊപ്പം ഇത്രയും കാലം ജീവിച്ചിട്ടും ഇവരൊന്നും തിരുത്തുന്നില്ല? ശ്രീരാമ ജന്മസ്ഥലി തന്നെ വേണമോ പള്ളി പണിയാൻ വേണ്ടിയിട്ട്? പള്ളി പണിയാൻ എന്തിനാണ് ശ്രീരാമ ജന്മസ്ഥലി തന്നെ? എന്തിനാണ് കാശി വിശ്വേശ്വരൻ തന്നെ എന്തിനാണ് പള്ളി പണിയാൻ? പള്ളി പണി എവിടെയും പണിയാം, ഭാരതത്തിൽ എവിടെയും പണിയാം. അപ്പൊ രാജനൈതികരുടെ ഭാഗമായിട്ടും അക്രമികളുടെ വരവോടുകൂടിയും 48,000 ക്ഷേത്രങ്ങൾ, സീതാറാം ഗോയൽ തെളിവ് സഹിതം ചരിത്ര രേഖകളടക്കം 2 വോള്യങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹിന്ദു ടെമ്പിൾസ് വാട്ട് ഹാപ്പൻഡ് ടു ദം. അതിൽ ഒന്ന് മാത്രമാണ് അയോധ്യ. അങ്ങനെ 48,000 ക്ഷേത്രങ്ങളോട് തകർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവനവന്റെ വിശ്വാസം മറ്റുള്ളതിനേക്കാൾ മേലെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്തെ മുസ്ലിം രാജാക്കന്മാർ ബോധപൂർവം തന്നെ ശിവക്ഷേത്രങ്ങൾക്ക് മേലെയും വിഷ്ണു ക്ഷേത്രങ്ങൾക്ക് മേലെയും അധീശത്വം കൊണ്ടുവരാണ് ചെയ്തത്. അത്
ഇനി സാധ്യമല്ലെന്ന് ഒരു ജനത ഒരിക്കൽ എഴുന്നേറ്റ് പറഞ്ഞപ്പോൾ തന്നെ ഇവരുടെ ഗ്യാസ് പോയി. നമ്മൾ ആരെയും കൊല്ലാൻ പോയിട്ടില്ല. നമ്മൾ നമ്മുടെ സ്ഥലം, രാമന്റെ സ്ഥലം തിരിച്ചു പിടിക്കുക, അത് നിയമത്തിന്റെ വഴിയിലൂടെ ജനാധിപത്യ രീതിയിലൂടെ തിരിച്ചു പിടിക്കുക മാത്രമാണ് ചെയ്തത്. മാത്രം ഇടപെടുകയാണ്. ശരി ശരി ശരി, ശ്രീരാമജയം. സമയപരിമിതി കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ശ്രീ ഒ അബ്ദുള്ള, വളരെ ചുരുങ്ങിയ നിമിഷത്തിൽ ഒരു മിനിറ്റ് കൊണ്ട് ശ്രീ ഒ അബ്ദുള്ള വളരെ വേഗത്തിൽ മറുപടി. തീർച്ചയായിട്ടും താങ്കൾ പറയൂ, വളരെ വേഗത്തിൽ പറയൂ. ഓ അബ്ദുള്ള, അദ്ദേഹം ഖുർആൻ വളരെ വേഗത്തിൽ ഒരു അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ കരാറിലെത്തി. ആ കരാർ ലംഘിച്ചാൽ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുന്നുള്ള അത് അയാൾ എന്താ പറയുന്നത്? നിങ്ങൾ ഈ അറേഞ്ച്മെന്റ്സ് ഒന്നും തീരെ ശരിയില്ലെന്ന് ഒന്നും കേൾക്കുന്നില്ല. അല്ലെ, മുഹമ്മദ് വാളുകൊണ്ട് ഓടി നടന്ന് അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നതൊക്കെ പറയുന്ന മുൻവിധികളോട് എങ്ങനെയാണ് തിരുത്താൻ കഴിയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചകൾ അതിവിടെ അവസാനിക്കുന്നില്ല. വരും ദിവസങ്ങളിലും അയോധ്യയുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ ഉണ്ടാകും. വരും ദിവസവും അയോധ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനം ഡിബേറ്റുമായി ടീം ജനം ഉണ്ടാകും. എല്ലാ പ്രേക്ഷകർക്കും അതിഥികൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്തേ.